ജേണി ജെയിംസിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഫസ്റ്റ് മോണുമെന്റ്, അതായത് ബ്ലൂ മോസ്ക്. സോ നമ്മൾ ഇന്ന് മെട്രോയിലാണ് യാത്ര. ഹോട്ടലിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുഞ്ഞിനെ കൊണ്ട് സ്ട്രോളറിൽ ഇറങ്ങി മെട്രോയിൽ കയറി മെട്രോ ഇറങ്ങി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് പേര് ക്രൗഡായിട്ട് നിൽക്കുന്നത് കാണാം. റോഡ് സൈഡിലൊക്കെ നിറച്ചും ഫുഡും സ്ട്രീറ്റ് ഫുഡ്സും ഒക്കെ ആയിട്ട് ഒത്തിരി ക്രൗഡായിട്ട് നിൽക്കുന്നത് കാണാം. അപ്പൊ നമ്മൾ നേരെ കാണുന്നത് ബ്ലൂ മോസ്ക്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഹഗിയ സോഫിയ, ബസിലിക്ക സിസ്റ്റർ, അങ്ങനെ പല മോണുമെന്റ്സും തൊട്ടടുത്തായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ബ്ലൂ മോസ്ക് ആണ്. ബ്ലൂ മോസ്ക് എന്ന് പറയുന്നത് ഒരു മുസ്ലിം മസ്ജിദാണ്. അത് പണ്ട് ഓട്ടോമൻ എംപയറിന്റെ കാലത്തിന്റെ സുൽത്താൻ അഹമ്മദ് എന്ന് പറയുന്ന അന്നത്തെ എംപയർ, അദ്ദേഹത്തിന്റെ രാജകീയ പ്രൗഢി കാണിക്കാനായിട്ട് അതിപ്രശസ്തമായ ഒരു മസ്ജിദ്, മുസ്ലിം മസ്ജിദ് ഉണ്ടാക്കി. അതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അത് നീല കളറിലെ ടൈൽസ് കൊണ്ടാണ് മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് 6 മിനാറുകളുണ്ട് ചുറ്റി. നമ്മുടെ താജ്മഹൽ പോലെയും അല്ലെങ്കിൽ മറ്റു പ്രശസ്തമായ മുസ്ലിം പള്ളികൾ പോലെയും ആണെങ്കിൽ പോലും ഇതിന് 6 മിനാർ ഉണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകതമായ ഒരു കാര്യം. പിന്നെ ഏറ്റവും അട്രാക്ഷൻ ഇത് നൈറ്റിൽ കാണുമ്പോഴാണ്. കാരണം നൈറ്റിൽ ഇതിന് ചുറ്റും ഒരു ലൈറ്റ് ഇടുമ്പോൾ ആ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ കാരണം ഈ ബ്ലൂ മോസ്ക് നല്ല ഭംഗിയായിട്ട് അതിന്റെ ബ്ലൂ ടൈൽസ് നല്ല തിളങ്ങി നമുക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര ഭംഗിയാണ്. അതിന്റെ നമുക്ക് ഫോട്ടോയിലൊക്കെ കാണുവാണെങ്കിൽ നല്ല രസമാണ് കാണാൻ. അപ്പൊ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് പെരിയ അകത്തോട്ട് കയറുക. ഈ ബ്ലൂ മോസ്കിന് നമുക്ക് ടിക്കറ്റ് ഇല്ല. ബാക്കിയുള്ള എല്ലാ വിസിറ്റേഴ്സ് ഏരിയകൾക്കും ടിക്കറ്റ് ഉണ്ട്. ഇത് നമുക്ക് ടിക്കറ്റ് ഇല്ല. നമുക്ക് ഫ്രീ ആയിട്ട് കയറിക്കാം. കുറച്ച് അകത്തോട് നടക്കാനുണ്ട്. നടന്ന് നമ്മൾ അകത്തോട് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും സ്ട്രോളേഴ്സ് ഒക്കെ വെക്കാനായിട്ട് സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. പിന്നെ പ്രയർ ടൈമിലാണെങ്കിൽ പ്രയറിന് വേണ്ടിയുള്ള ആൾക്കാർക്ക് കയറാൻ സെപ്പറേറ്റ് വഴിയുണ്ട്. വിസിറ്റേഴ്സിന് കയറാനായിട്ട് സെപ്പറേറ്റ് വഴിയുണ്ട്. അപ്പൊ നമ്മൾ വിസിറ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് വഴി കൂടെ വേണം നമ്മൾ അങ്ങോട്ട് കയറാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് അവരുടെ പ്രയർ ടൈമിലൊന്നും വിസിറ്റേഴ്സിനെ കയറ്റത്തില്ല. പ്രയർ ടൈമും കഴിഞ്ഞ് ഞങ്ങൾ വലിയ അകത്തോട്ട് കയറി. കുറെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ആ സ്റ്റെപ്പെല്ലാം കയറി വേണം നമ്മൾ അകത്തോട്ട് പോകാൻ. ടർക്കി ടൂർ എന്ന് പറഞ്ഞാൽ മെയിൻ ഒരു വലിയൊരു ആക്ടിവിറ്റിയാണ് നമ്മുടെ ബോഡിക്ക് തന്നെ. ഒരുപാട് നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി. ലേഡീസിന് ഫുൾ കവേർഡ് ആയിരിക്കണം. നമുക്ക് ഓഫ് ഷോൾഡറോ അല്ലെങ്കിൽ ബിലോ ഇനി ഡ്രസ്സുകളോ പിന്നെ ഒന്നും നമുക്ക് പറ്റത്തില്ല. പിന്നെ തലയിൽ ഷോള് മസ്റ്റ് നമ്മൾ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ അവർ അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും. ആണ് നമ്മൾ മസ്ജിദിനകത്തോട്ട് കയറുവാണ്. അതിമനോഹരമായ ഒരു മസ്ജിദ്. നമ്മൾ പല വീഡിയോകൾ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രീറ്റുകളിലുള്ള മുസ്ലിം മസ്ജിദുകൾ കാണുന്നുണ്ടെങ്കിലും ഇത് വളരെയധികം ഭംഗിയാണ് കാണാനായിട്ട്. മണ്ടയ്ക്ക് ബ്ലൂ കളറിലെ ടൈൽസ് ഒക്കെ ഇട്ടിട്ട് അന്നത്തെ, അതായത് ഇത് AD 345 ഉണ്ടാക്കിയ മസ്ജിദാണ് ഇത്. അപ്പൊ അന്നത്തെ കാലത്ത് ഇത് ഉണ്ടാക്കണമെങ്കിൽ എത്രയധികം ആൾക്കാരുടെ കഠിനാധ്വാനമായിരിക്കും ഇതിന്റെ പിന്നിൽ, അല്ലേ? അത് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. അകത്തെല്ലാം ഒരുപാട് പേര് പ്രേയറിന് വേണ്ടിയിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മുന്നോട്ടുള്ള സ്ഥലം അവർ പ്രേയറിന് വേണ്ടി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ആൾക്കാർ പ്രേയർ ചെയ്യുന്നത് നമുക്ക് കാണും. പിന്നെ ഇതിന് സെമി ഡോമുകളുണ്ട്. ഇതിനൊരു മെയിൻ ഡോം ഉണ്ട്. ആ മെയിൻ ഡോം എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റ് ഏകദേശം ഒരു 43 മീറ്റർ ആയിട്ട് വരും. പിന്നെ അതിന്റെ ഡോമിന്റെ വെയിറ്റ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള പില്ലറുകളാണ്. പിന്നെ അതിന് ചുറ്റും സ്മൂത്ത് ആയിട്ടുള്ള പില്ലേഴ്സും ഉണ്ട്, ജസ്റ്റ് അതിനെ ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിന്റെ സറൗണ്ടിങ് മുഴുവനും ഗാർഡനുകളാണ്. നല്ല ഭംഗിയാണ്. ചുറ്റിലും കാണാൻ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ പോയി ഫാമിലി ആയിട്ട് പോയി ഇരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ നല്ല രസമാണ്. ശരിക്കും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ. ഈ മോസ്കിന് ചുറ്റും 260 ജനാലകൾ ഉണ്ടെന്നാണ് കേൾവി. അത് നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റിനെയാണ് അത് അഡ്മിറ്റ് ചെയ്യുന്നത്. നൈറ്റിൽ മാത്രമേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റ്സുകൾ ഓൺ ആക്കത്തുള്ളൂ. അത് ജസ്റ്റ് അതിന്റെ ഡോമുകളൊന്ന് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി മാത്രം. അതാണ് ഇതിന്റെ ഏറ്റവും അധികം ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഹാഗിയ സോഫിയ എന്നുള്ള അതിപ്രശസ്തമായ ഏറ്റവും അധികം കേൾവിയുള്ള പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഇത് ബേസിക്കലി സുൽത്താൻ അഹമ്മദിന്റെ റീജിയൻ അദ്ദേഹത്തിന് കുറച്ചുകൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമായിരുന്നു. മറ്റുള്ള എംപയറിലും മറ്റുള്ള കിങ്ഡത്തിലേക്ക് എത്തിക്കുന്നതിലേക്ക് അദ്ദേഹം ഒരുപാട് പൈസ മുടക്കി ഒരു വലിയ മസ്ജിദ്. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ ഇനിയും വരും.